ക്ഷീരപഥത്തിന്റെ യഥാർത്ഥ അതിർത്തി എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നുവെന്നതിനെക്കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ സ്വന്തം ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ നക്ഷത്രരൂപീകരണ ഡിസ്കിന്റെ യഥാർത്ഥ പരിധി നിർണ്ണയിക്കാൻ ഒരു അന്താരാഷ്ട്ര സംഘം വിജയിച്ചു. ക്ഷീരപഥത്തിന്റെ ഡിസ്ക് പെട്ടെന്ന് അവസാനിക്കുന്നതിനു പകരം അതിന്റെ പുറം അറ്റങ്ങളിൽ ക്രമേണ മങ്ങിപ്പോകുന്നതിനാൽ എത്രത്തോളം വ്യാപിക്കുന്നു എന്ന് നിർവചിക്കുന്നത് വളരെക്കാലമായി ബുദ്ധിമുട്ടായിരുന്നു. നക്ഷത്രങ്ങളുടെ പ്രായം പഠിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘം ക്ഷീരപഥത്തിന്റെ നക്ഷത്രരൂപീകരണ ഡിസ്കിന്റെ അതിർത്തി ആദ്യമായി തിരിച്ചറിഞ്ഞു. ക്ഷീരപഥത്തിലെ നക്ഷത്രരൂപീകരണത്തിന്റെ ഭൂരിഭാഗവും ഗാലക്സിയുടെ മധ്യത്തിൽ നിന്ന് 40,000 പ്രകാശവർഷത്തിനുള്ളിൽ സംഭവിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. ഈ പുതിയ കണ്ടെത്തൽ നമ്മുടെ ഗാലക്സിയുടെ നക്ഷത്രരൂപീകരണ ഡിസ്കിന്റെ യഥാർത്ഥ അതിർത്തി എത്രയാണെന്ന് കൃത്യമായി പറയുന്നു. പ്രകാശമുള്ള ഭീമൻ നക്ഷത്രങ്ങളുടെ പ്രായം വിശകലനം ചെയ്യുന്നതിനൊപ്പം ഗാലക്സി പരിണാമത്തിന്റെ കമ്പ്യൂട്ടർ സിമുലേഷനുകളും സംയോജിപ്പിച്ചാണ് ഗവേഷകർ ഈ പുതിയ രീതി ഉപയോഗിച്ചത്. ഗാലക്സികൾ അവയുടെ ഡിസ്കുകളിലുടനീളം ഒരേപോലെ നക്ഷത്രങ്ങളെ രൂപപ്പെടുത്തുന്നില്ല, പകരം അവ അകത്തുനിന്ന് പുറത്തേക്ക് വളരുന്നു. നക്ഷത്രരൂപീകരണം ആദ്യം സാന്ദ്രമായ മധ്യഭാഗത്താണ് ആരംഭിച്ചത്, തുടർന്ന് കോടിക്കണക്കിന് വർഷങ്ങളായി ക്രമേണ പുറത്തേക്ക് വ്യാപിച്ചു. ഈ ഇൻസൈഡ് ഔട്ട് വളർച്ച കാരണം കേന്ദ്രത്തിൽ നിന്ന് അകലുമ്പോൾ ശരാശരി നക്ഷത്രങ്ങളുടെ പ്രായം കുറയുന്നു. നക്ഷത്രങ്ങളുടെ പ്രായം വിതരണം ചെയ്യുന്നതിൽ ഈ രീതി ഒരു യു ആകൃതിയിലുള്ള പാറ്റേൺ വെളിപ്പെടുത്തി ഇത് നക്ഷത്രരൂപീകരണ മേഖലയുടെ അതിർത്തി കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ക്ഷീരപഥത്തിൽ കേന്ദ്രത്തിൽ നിന്ന് 35,000-നും 40,000-നും ഇടയിലുള്ള പ്രകാശവർഷത്തിൽ ഈ പ്രവണത വിപരീതമാകുകയും അകലം കൂടുമ്പോൾ നക്ഷത്രങ്ങൾക്ക് വീണ്ടും പ്രായം കൂടുകയും ചെയ്യുന്നു. ഈ യു ആകൃതിയിലുള്ള പ്രൊഫൈൽ നക്ഷത്രരൂപീകരണ കാര്യക്ഷമതയിലെ കുത്തനെയുള്ള കുറവ് അടയാളപ്പെടുത്തുന്നു. ഇത് ക്ഷീരപഥത്തിന്റെ നക്ഷത്രരൂപീകരണ ഡിസ്കിന്റെ യഥാർത്ഥ അതിർത്തിയായി സ്ഥിരീകരിക്കുന്നു. നക്ഷത്രരൂപീകരണം കുത്തനെ കുറഞ്ഞാൽ പോലും അതിർത്തിക്കപ്പുറം നക്ഷത്രങ്ങൾ ഉണ്ടായത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. ഇതിന്റെ ഉത്തരം റേഡിയൽ മൈഗ്രേഷൻ എന്ന പ്രക്രിയയിലാണ്. നക്ഷത്രങ്ങൾ രൂപം കൊണ്ട സ്ഥലത്തുനിന്ന് സർപ്പിള തരംഗങ്ങളിൽ സഞ്ചരിച്ച് സാവധാനം പുറത്തേക്ക് നീങ്ങുന്നു. അതിർത്തിക്കപ്പുറമുള്ള നക്ഷത്രങ്ങൾ പ്രധാനമായും പുറത്തേക്ക് കുടിയേറിയവയാണ്. കുടിയേറ്റം ഒരു സാവധാനത്തിലുള്ള പ്രക്രിയയായതിനാൽ ഏറ്റവും അകലെയുള്ള നക്ഷത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രായമുണ്ടാകും. നമ്മുടെ ഗാലക്സിയുടെ കഥ മനസ്സിലാക്കാൻ നക്ഷത്രങ്ങളുടെ പ്രായം ഒരു ശക്തമായ ഉപകരണമായി വർത്തിക്കുന്നു. ഇത് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുന്നു.